ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്. ട്രെൻഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് ഇപ്പൊ വിവാഹം കഴിക്കണ്ട. എന്താണ് ട്രെൻഡ് അല്ല അത് ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു നിഗമനാണ്. ഒന്നാമത് അത് എന്റെ അഭിപ്രായത്തില് അതിനെ പറഞ്ഞു തീർക്കണ കുറെ പറയാനുണ്ട്. നമ്മൾ ഈ ഒരു ചെറിയ പിന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പറഞ്ഞു തീർക്കാനുള്ള കാര്യമല്ല, അത് വലിയൊരു കാര്യമാണ്. പുതിയ ജനറേഷന്റെ ഒരു അവസ്ഥയാണത്. കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവർ പരമാവധി എൻജോയ് ചെയ്യണം. അതിന് സോഷ്യൽ മീഡിയ അല്ലാണ്ട് അതിന് ഒരു പ്രചോദനമായിട്ടുണ്ട്. അത് കാരണം 18 വയസ്സ് 19 വയസ്സൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യം തന്നെ. ആ സമയത്ത് തന്നെ നമ്മൾ വിവാഹാലോചനയൊക്കെ തുടങ്ങും. ആ സമയത്ത് നമ്മൾ പഴയ ഒരു സംഭവം അങ്ങനെയാണ്. ഇപ്പൊ ഇവർ തീരുമാനിക്കുന്ന സമയത്താണ് നമുക്കിപ്പോൾ ആ ഒരു ആലോചന പോലും വീട്ടുകാർക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇങ്ങോട്ട് കുറെ അന്വേഷണം വരുന്നുണ്ട്. ചെറുപ്പക്കാർക്ക് തീരെ കിട്ടുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം വരുന്നത് എന്തുകൊണ്ടാണ്? ഇവർ ഈ ഒരു വിഷയം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ അഭിപ്രായം? നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് ഇപ്പൊ അങ്ങനെ ഒരു വലിയൊരു വിഷയമല്ല. കാരണം പൊതുവെ പെൺകുട്ടിയുടെ തന്നെ ഒരു 21-22 ആകുമ്പോ തന്നെ കഴിഞ്ഞ് പോകുന്നുണ്ട്. കൂടുതൽ അങ്ങനെ വെച്ച് നീട്ടുന്ന പരിപാടി നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. പറഞ്ഞ പോലെ ഇവർ പെൺകുട്ടികൾക്ക് ഈ ഒരു അഭിപ്രായം എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ട്. കാരണം വെച്ചാൽ അവർ ഉമ്മമാരനെയാണ് അതിന്, അല്ലെങ്കിൽ അമ്മമാരനെയാണ് അതിന് പ്രചോദനം. അവർ പറഞ്ഞു കൊടുക്കുകയാണ്, മക്കളെ ഞങ്ങളെ പോലെ ആകരുത്, നിങ്ങൾക്ക് ഒരു ജോലിയോ കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം നമുക്ക് കല്യാണം ആലോചിക്കാം. ആദ്യം നമ്മൾ ഒറ്റ അവരവരെ കാലിൽ നിൽക്കാൻ പഠിക്കണം എന്നൊരു അഭിപ്രായം ആദ്യം തന്നെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ അതിനുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അവനവന്റെ കാലിൽ നിൽക്കാൻ പ്രാപ്തനാവുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് വിവാഹം കഴിക്കണ്ട. അവര് ഫുൾ എൻജോയ് ചെയ്ത് സ്വാതന്ത്ര്യത്തിൽ ഇങ്ങനെ നടക്കാണ്. ആരും പറഞ്ഞത് അവരെ നിയന്ത്രിക്കാൻ ആരെയും അവരനുവദിക്കണില്ല. അതൊക്കെ ഇതിനുള്ളൊരു പ്രശ്നങ്ങൾ തന്നെയല്ലേ. അത് അങ്ങനെ ഒരു സ്വഭാവത്തിലുള്ള കുറെ പെൺകുട്ടികളുണ്ട്. പക്ഷെ എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ എല്ലാവരും അങ്ങനെയാണോ എന്നുള്ളത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഈ തുള്ളിത്തരവും പിന്നെ അവരെ കുറെ പല അഭിപ്രായങ്ങളും കാര്യങ്ങളും കേട്ടിട്ടാണ് ഈ പെൺകുട്ടികൾ ഈ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. പിന്നെ വിദ്യാഭ്യാസം ആവശ്യമാണ്. ആവശ്യത്തിന് വിദ്യാഭ്യാസം കാര്യങ്ങൾ നേടി പിന്നെ ഒരു ജോലി കിട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡിലായിക്കഴിഞ്ഞാൽ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് തീരുമാനിച്ചാലും അതങ്ങനെ മുന്നോട്ട് പോയുള്ളൂ. ജോലി ആവശ്യമാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ 2 പേർക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റും. ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ 2 പേർക്കും ജോലി വേണം. അതൊരു ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മളിത് കാലാകാലം കല്യാണം വേണ്ട എന്ന് പറഞ്ഞിരുന്നതിൽ അവരൊരിക്കൽ തന്നെയാണ് അതിൻ്റെ നഷ്ടം വരുന്നത്. പിന്നെ നമ്മൾ പ്രായം അങ്ങ് പോകും. പിന്നെ ഈ സ്ത്രീകൾക്കൊരു പ്രായമുണ്ട്, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രായത്തിലുള്ള പുരുഷനെ തന്നെ കിട്ടേണ്ടി വരും. 25-26 പ്രായം. സോഷ്യൽ മീഡിയയിൽ ഇവര് കിടന്ന് ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, അവരവരുടേതായ ഫ്രീഡത്തിനും അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുക, അതൊരു റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെ. സനൂജ് റഹ്മാൻ അതിന് എന്താ വിഷയം എന്ന് പറയാം. സോഷ്യൽ മീഡിയ നമ്മളെ കയ്യിൽ എപ്പോൾ ഈ സാധനം കിടക്കാണ്. അതിങ്ങനെ വെള്ളോട് തോണ്ടി അതിങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ ഈ ട്രെൻഡും കാര്യങ്ങളും തുള്ളിയും ചാട്ടും പാട്ടും ഒക്കെയാണ് കാണുന്നത്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. നമ്മളതിൽ എന്താ പറയുക, അതിൽ ലയിച്ച് പിന്നെ നമുക്ക് അതുപോലെ ഒന്ന് ആയിക്കഴിയാം ആണെന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും, ഒരുവിധം എല്ലാവർക്കും അതുപോലെ. ഇപ്പോൾ ഒരു കപ്പിൾസ് ഒരു വീഡിയോ എടുക്കുന്നത് 2 പേര് തമ്മിലുള്ള എന്തെങ്കിലും അവരെ രഹസ്യങ്ങൾ പരസ്യമാക്കി, വെച്ചാൽ രഹസ്യമായിരിക്കും പക്ഷെ അത് മറ്റുള്ളവർക്ക് കാണിക്കുക ഇവിടെ എന്നുള്ളതിൽ അത് പരസ്യമാക്കി ചെയ്യും. അത് ആദ്യം നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിനെ എതിർക്കും. അത് എന്താണ് അവരെ കുടുംബജീവിതം, അവരെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ എതിർത്ത് അങ്ങനെ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് പോവാണ്. നമ്മൾ അതേപോലെ ചെയ്യാണ്. അത് നമ്മളെ വല്ലാണ്ട് സ്വാധീനിച്ച് അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ നിൽക്കുന്ന വിഷയം ഇത് നമ്മളും കൂടി ചെയ്യേണ്ട ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഒറ്റയടിക്കൊന്നും ഇല്ലാണ്ടാക്കുക, ഒരു ദിവസം സുപ്രഭാതത്തിലൊന്നും ഇല്ലാണ്ടാക്കി ഇനി എല്ലാവരും അതൊന്നും നടക്കില്ല. അതൊക്കെ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മളെ കുടുംബത്തിൽ നിന്ന് മാത്രം നമുക്കത് തുടങ്ങുക. അവരെ കുടുംബത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് അവർ കല്യാണം കഴിക്കേണ്ട പ്രായം അവർക്ക് ഒരു സൂചന കൊടുക്കണം. ചെറുപ്പം ഒരു പ്രായമാകുമ്പോൾ വളരെ കല്യാണം അതല്ല ഇപ്പം കൂടുതൽ രക്ഷിതാക്കൾ പറയുന്നത് പഠിപ്പിനെ ശ്രദ്ധിക്കണം, ജോലി അത് ഇത്. അപ്പം ഈ പെൺകുട്ടികളുടെ സൈക്കോളജി അറിയാത്തതുകൊണ്ടാണ് അത് നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഏതായാലും ഇതൊരു വലിയൊരു ടേബിൾ ടോക്ക് ചർച്ച ആവശ്യമാണ്. നമുക്കിപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ചർച്ച ചെയ്തിട്ട് തീർക്കാനുള്ള കാര്യമല്ല. ഇത് വലിയൊരു
ഇൻഷാ അല്ലാ നമുക്കേ ആ. നമുക്കൊന്ന് ഒരു സാധനം പറ്റി ചർച്ച ചെയ്യാൻ ഒന്ന് രണ്ട് പേരെ വിളിച്ചിട്ട് കൂടി വിളിച്ച് അവർക്കും ഈ പെൺമക്കളുള്ള മാതാപിതാക്കളാണ് നമുക്കൊന്ന് കൂട്ടേണ്ടത് ഇതിനകത്ത്. എന്നിട്ട് അതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതുപോലത്തെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരിൽ ഒരേ മനോഗതിയുള്ള ആൾക്കാരായിരിക്കില്ല. ചിലപ്പോൾ ഇതിനെ എതിർക്കുന്ന ആൾ, ഇതിനെ അനുകൂലിക്കുന്ന ആൾക്കാരോ കല്യാണ പ്രായം എങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്താൽ മതി, അതിനാണ് ചർച്ച എന്ന് പറയുന്നത്. ചർച്ചയിൽ എല്ലാ വിഷയവും ചർച്ച ചെയ്യപ്പെടണം. ഈ കല്യാണ പ്രായത്തിൽ കല്യാണത്തിന് എതിർത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്ക് മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരാണ് ഈ ഇതിന് വീണ്ടും പിന്നെ പൊക്കിക്കൊണ്ടിരുന്നത്. കല്യാണം ഇപ്പം അവർ പിന്നെ ബുദ്ധിമുട്ടുന്നത്. അല്ല, ഏത് വിഷയത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. അനുകൂലിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും. ഇപ്പം പിന്നെ എന്തൊരു കാര്യം നമ്മൾ പിന്നെ സമൂഹത്തിന് നന്മ വരുത്തുന്ന ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിനാദ്യം എതിർക്കുന്ന ആൾക്കാരെ കൂടുതൽ വരിക. പിന്നെ അത് കുറഞ്ഞു വരും. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനെപ്പം തന്നെ നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മൊത്തം അതിനെ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് കേൾക്കാൻ തയ്യാറാണ്. ആ എതിർപ്പിനെ നമ്മളത് ക്ഷമയോടുകൂടി കേൾക്കാൻ തയ്യാറായിട്ട് അതിനനുസരിച്ചുള്ള ഒരു തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. അപ്പോൾ അത് ക്രമേണ നമുക്ക് അനുകൂലമായിട്ട് വരും, പോസിറ്റീവായിട്ട് വരും. എല്ലാ കാര്യം അങ്ങനെയാണ്. അത് സമൂഹത്തിന് ബോധ്യപ്പെടണം. ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു സത്യസന്ധത ഉണ്ട്, അല്ലെങ്കിൽ അത് ഒക്കെ കൃത്യമാണ് ഇയാൾ പറയുന്ന കാര്യങ്ങൾ എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടണമെങ്കിൽ അത് സമയമെടുക്കും. അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് 2-3 പേരെ ചർച്ചയ്ക്ക് ഇരുത്തിയിട്ട് വേണം അതിന് ചർച്ച ചെയ്ത് അതിനൊരു കൺക്ലൂഷനിൽ എത്താനായിട്ട്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ നമ്മൾ എല്ലാവരും കൂടി ചർച്ചയിൽ ഇരിക്കുന്നതായിരിക്കും.